നമസ്കാരം. സുഭാഷിതം. ക്രോധോ വൈവസ്വതോ രാജാ തൃഷ്ണാ വൈതരണീ നദി വിദ്യാകാമ ദുഹാധേനു സന്തോഷം നന്ദനം വനം. ക്രോധം അഥവാ കോപം നമ്മുടെ അന്തകനാകുന്നു. പിന്നെ അസാധ്യത്തിലുള്ള ഒരാഗ്രഹം, അസാധ്യത്തിലുള്ള ഇച്ഛ വൈതരണീ നദിയാകുന്നു. അത് അസാധ്യമാണ്, അങ്ങനെ അതിനുശേഷം അത് ആഗ്രഹിക്കാൻ പാടില്ല. അതിനുശേഷം പറയുന്ന കാമം. വിദ്യ ഉണ്ടെങ്കിൽ നമ്മുടെ എന്ത് ആഗ്രഹങ്ങളും ധേനു പാൽ ചുരത്തുന്നത് പോലെ, പശു പാൽ ചുരത്തുന്നത് പോലെ വിദ്യ ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാകുന്നു. പിന്നെ സന്തോഷം നന്ദനം വനം. സന്തോഷം എന്ന് പറയുന്നത് നന്ദനവനം പോലെയാണ്. ഇത്രയുമാണ് ഈ സുഭാഷിതത്തിന്റെ അർത്ഥം.